தென்காசி மாவட்ட பாஜக நிர்வாகிகளின் ஆலோசனைக் கூட்டம் கட்சியின் மாவட்ட அலுவலகத்தில் இன்று நடைபெற்றது. கூட்டத்திற்கு மாவட்ட தலைவர் ராஜேஷ் ராஜா தலைமை வகித்தார். தொகுதி பொறுப்பாளர் மகாராஜன் முன்னிலை வகித்தார். இதில் மத்திய வெளியுறவுத்துறை இணை அமைச்சர் முரளிதரன் சிறப்பு அழைப்பாளராக பங்கேற்று ஆலோசனைகளை வழங்கினார். இதனைத் தொடர்ந்து மத்திய வெளியுறவுத்துறை இணை அமைச்சர் முரளிதரன் செய்தியாளர்களிடம் பேட்டியின் போது கூறியதாவது: തമിഴ്നാട്ടിലെ 35 മന്ത്രിമാരിൽ 11 പേര് ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ നേരിട്ടുള്ള ആൾക്കാരാണ്. അവർക്കെതിരായിട്ട് വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. പക്ഷേ ആ മന്ത്രിമാരെ മുഴുവൻ സംരക്ഷിക്കുന്ന സമീപനമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കൈക്കൊണ്ടിട്ടുള്ളത്. മന്ത്രി ഏതാണ്ട് 8 മാസക്കാലം ജയിലിൽ കിടക്കുകയായിരുന്നു. 8 മാസം ജയിലിൽ കിടക്കുന്ന സമയത്തും വകുപ്പില്ലാ മന്ത്രിയായി നിലനിർത്തി ആ മന്ത്രിക്ക് വേണ്ട ശമ്പളവും ബാക്കി മുഴുവൻ കാര്യങ്ങളും തമിഴ്നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള പൌരന്മാർ അവർ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് ഈ സെന്തിൽ ബാലാജിക്ക് ശമ്പളം കൊടുക്കുകയായിരുന്നു ജയിലിൽ കിടക്കുന്ന മന്ത്രി. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം, മയക്കുമരുന്ന് മാഫിയകൾക്ക് നേതൃത്വം നൽകുന്ന ജാഫർ സാദിഖ്. ആ ജാഫർ സാദിഖിനെ അറസ്റ്റ് ചെയ്തപ്പോ അതിൽ കൂടി പുറത്തു വന്നിട്ടുള്ളത് ഡിഎംകെയുടെ കുറ്റകൃത്യങ്ങളുടെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഡിഎംകെയുടെ സമീപനത്തിന്റെ വേറൊരു മുഖമാണ്. ഡിഎംകെ ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്നാണ് ഇത്രയും കാലം അവർ പേര് പറഞ്ഞിരുന്നത്. പക്ഷെ ദ്രാവിഡ മുന്നേറ്റ ഘടകം എന്നുള്ള പേര് മാറ്റി അവര് ഡ്രഗ് മാഫിയ കഴകം എന്നാക്കി മാറ്റേണ്ട അവസ്ഥയിലേക്ക് ഇപ്പൊ മാറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ മയക്കുമരുന്ന് മാഫിയകളെ സംരക്ഷിക്കുന്നത് ഡിഎംകെ സർക്കാരാണ്, ഡിഎംകെ നേതൃത്വമാണ്. ഡിഎംകെയുടെ മുഖ്യമന്ത്രിയുടെ മകൻ ഉദയനിധി സ്റ്റാലിന് ഈ അറസ്റ്റിലായ വ്യക്തിയുമായിട്ടുള്ള ബന്ധം, ആ ബന്ധമടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഈ അറസ്റ്റിലായ ആള് ഡിഎംകെക്ക് സംഭാവന കൊടുക്കാറുണ്ടായിരുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കുറ്റവാളി സംഭാവന കൊടുക്കണമെങ്കിൽ, ഒരു ക്രിമിനൽ സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ ആ ക്രിമിനലിന് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും സർക്കാരിൽ നിന്നും സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിമിനലുകൾ സംഭാവന കൊടുക്കുന്നത്. കുറ്റവാളികളും ക്രിമിനലുകളും ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടിക്ക്, ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് സംഭാവന നൽകുന്നത് വെറും ഔദാര്യമല്ല. കാണിക്കുന്ന എല്ലാ തെറ്റുകളും, താൻ കാണിക്കുന്ന എല്ലാ കുറ്റങ്ങളും, എല്ലാ ക്രിമിനൽ സംഭവങ്ങളും അതെല്ലാം മായ്ച്ചു കളയാൻ, അതിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാൻ, അതിനു വേണ്ടിയിട്ടാണ് ഈ സംഭാവന എന്നുള്ള പേരിൽ. പരസ്യമായിട്ട് പറയുന്ന സംഭാവനയുടെ തുക കണ്ടിട്ട് നിങ്ങളാരും അത്ഭുതപ്പെടരുത്. ഇത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള തുകയാണ്. രഹസ്യമായി ഇതിന്റെ 100 ഇരട്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പാർട്ടി, ആ പാർട്ടി അങ്ങനെയുള്ളൊരു പാർട്ടിയാണോ തമിഴ്നാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കേണ്ടത് എന്നുള്ളതാണ് ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം. അക്രമവും അഴിമതിയും, കുറ്റകൃത്യങ്ങളും അഴിമതിയും അങ്ങനെ മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കണോ, അതോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, ഈ നാട്ടിലെ ജനങ്ങൾക്ക് പുരോഗതി ഉറപ്പുവരുത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാർ തുടരാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കണമോ എന്നുള്ളതാണ് ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം. തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം തമിഴ്നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിൽ സനാതന ധർമ്മവിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ അക്രമത്തിനെതിരായിട്ടുള്ള ആളുകളാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള ആളുകളാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ കുറ്റകൃത്യങ്ങൾക്കെതിരായിട്ടുള്ള ആളുകളാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ്നാടിന് പുരോഗതി ഉറപ്പുവരുത്തുന്ന ഭരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വിധിയെഴുതുന്ന തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
ഈ തെരഞ്ഞെടുപ്പിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ தமிழ்நாடு நிரவധി தவணை சந்தர்சிச்சு കഴിഞ്ഞു. குறிச்சி டைம்ஸ் தென்காசி மாவட்ட செய்திகளுக்காக சாரல் குமார்.